ഗർഭിണിയായ ഭാര്യ ജീവനൊടുക്കി. വിവ പറഞ്ഞ് ദോഹയിലെത്തിയ ഭർത്താവ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്തു. രണ്ടുപേരും ആത്മഹത്യ ചെയ്തേക്കുക. ജനൻ ടിവിയിലാണ് വാർത്ത. ഗർഭിണിയായ ജീവനൊടുക്കി. വിവ പറഞ്ഞ് ദോഹയിൽ നിന്നെത്തിയ ഭർത്താവ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജീവനൊടുക്കി. എന്തൊരു ഭാര്യയും ഭർത്താവ് അല്ലേ? ഇത് ഇത്രയും സ്നേഹം ഉണ്ടാകുന്ന ഇവർക്ക് ഒന്നിച്ചങ്ങ് ജീവിച്ചുകൂടാന്നോടി. എന്തൊരു മനുഷ്യരാണ്. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നിച്ച് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന പഴയ ഒരു സിനിമ ഡയലോഗുണ്ട്. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഒന്നിച്ച് മരിക്കുമെന്ന്. അതെന്ത് പരിപാടിയാണ്? ആ സിനിമ ഡയലോഗ് ഒക്കെ ഭയങ്കര കോമഡി ആയിട്ട് പിന്നെ നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് ഇവര് ഗർഭിണിയായ ഭാര്യ ജീവനൊടുക്കിയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവന് എന്താണ് അവന്റെ പ്രശ്നം? അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് വേറെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന സീൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. അത് ഈ ഏറ്റവും അടുത്തുള്ള നമ്മളെ വീട്ടില് നമ്മുടെ ഒരു ആരാണെങ്കിലും നമുക്ക് ഏറ്റവും അടുത്ത ഒരാൾ ആത്മഹത്യ ചെയ്താൽ ചിലപ്പോൾ അതിന്റെ പുറകെ ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യാനായ ഒരു കാരണം എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് വിചാരിച്ചു. സൂയിസൈഡൽ ടെൻഡൻസി അല്ലെ, സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെ, സൂയിസൈഡ് തോട്ട്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് തികച്ചും മാനസികമായ ഒരു വിഭ്രാന്തിയാണ്. മനസ്സിലായില്ലേ? അതൊരു മാനസിക രോഗവുമാണ്. മാനസിക രോഗങ്ങളുടെ ചില രോഗങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവണതയാണ് ഈ ആത്മഹത്യാ പ്രവണത. ചില മാനസിക രോഗങ്ങളുണ്ട്. എല്ലാ മാനസിക രോഗങ്ങൾക്കും ഈ പ്രശ്നമില്ല. ചില മാനസിക രോഗത്തിനകത്ത് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ഉപദ്രവിക്കാനായിരിക്കും ഉള്ളത്. ചിലർക്ക് സ്വയം ഉപദ്രവിക്കാനായിരിക്കും ഉള്ളത്. അപ്പൊ ഈ സ്വയം ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് മാനസിക രോഗമുള്ള ഒരാള് അങ്ങനെ ചെയ്താൽ ഇതേപോലെ തന്നെ ഒരു ടെൻഡൻസി മറ്റൊരാൾക്ക് ഒരുപാട് പേരിൽ ഒരാൾക്ക് ഉണ്ടാവും. അത് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പൊ അവനും ഉണ്ടാകുന്ന ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളായിരുന്നിട്ടുണ്ടാവും, തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം, അയാൾക്ക് എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഗർഭിണിയായ ഭാര്യ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ അവളപ്പോൾ ഒരു ജീവൻ അതിനോടൊപ്പം കൂടെ മറ്റൊരു ജീവനോടെ നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഭർത്താവ് പുറത്തുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്, ആ സോൾവ് ചെയ്യാൻ ഒരു സഹായം ഇല്ലാതായി പോയത് അതിന്റെ സൊസൈറ്റിയുടെ പ്രശ്നമാണ്. പിന്നെ ഞാനിപ്പോഴും പറയത്തില്ല, ഇവിടെ ഗവൺമെന്റിന് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ല അതിനെ എന്തെങ്കിലും ഉണ്ട് ഒരു ഹെൽപ്പ് ലൈൻ പോലും ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് കറക്റ്റായിട്ടില്ല. ഈ സൂയിസൈഡ് ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറയുന്നതൊന്നും അത്ര വലിയ രസകരമായ സംഭവമല്ല. അത് പോരാ. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഏരിയ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു 20-25 വർഷം മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോഴും ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ കീഴിൽ അങ്ങനെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുകയും പിന്നെ ഈ നാട്ടിലുള്ളവർക്കെല്ലാം അതിൻ്റെതായ ബോധവൽക്കരണങ്ങളും അതുപോലെ തന്നെ മാനസിക രോഗാവസ്ഥയുള്ള ആളുകളെ കണ്ടെത്തലും കുട്ടികളെ അടക്കം ശ്രദ്ധിക്കലും ആയ പരിപാടികളും പദ്ധതികളും എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് ഞാൻ പല വർഷമായിട്ട് വീഡിയോകളിൽ പറയാറുണ്ട്. പക്ഷെ ഇതുവരെ അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അല്ലാതെ ഇവിടെ ഇപ്പോ എന്താ പറയാ, ഇവിടെ ഇപ്പോ ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാനാ? സമൂഹം ഒന്നടങ്കം അത് മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് ഗവൺമെന്റ് എങ്ങനെ മനസ്സിലാവും? ഗവൺമെന്റ് എന്ന് പറയുന്നവർ ആരാണ്? ഇവിടെ തന്നെ ജനിച്ചു വരുന്ന മനുഷ്യരല്ലേ? ഇവർക്ക് എന്നീ ബോധം ഉണ്ടാവും എന്നാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇത്രയൊക്കെ പറഞ്ഞു കേട്ടില്ല ഞാൻ എപ്പോഴെല്ലാം എന്ന് തൊട്ട് ഞാൻ ഇതുപോലെ വീഡിയോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നും നിങ്ങളാരും കാണുന്നില്ല, നിങ്ങൾ ആരും പറയാറില്ലേ? അതെന്താ അങ്ങനെ ചിന്തിക്കാതെ? അത് ശരിയാണോ എന്നൊന്ന് പരിശോധിച്ചുകൂടെ? ഒരാൾ ഇതിന് പറയുന്നുണ്ട്, വേറെ അധികം പേര് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഈ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പല അവസരങ്ങളിൽ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാം പറയാറുണ്ട്. ഇതുപോലെ വാതകം, ബലാത്സംഗം, ബസ്സേലുള്ള ഇമാതിരി പരിപാടികൾ, ഏത് ഇൻസിഡന്റ് ഉണ്ടായിരിക്കും എല്ലാവരും എന്നെ എതിർക്കാറുണ്ട്. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ എല്ലാവരും ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ബസ്സിലൊക്കെ കയറി നിന്ന് ഇത്തിരി പണി കാണിക്കുന്നത് നിസ്സഹായ അവസ്ഥയാണ്, അവരുടെ ഒരു രോഗാവസ്ഥയാണ്, അവര് അറിയാതെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അയാളെ നാട്ടിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും അത് മാറിയിട്ടില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഏത് രീതിയിൽ ഇവരെ മനസ്സിലാക്കി കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ പറയുന്ന പൊതുജനം എന്ന് പറയുന്ന ഈ മെജോറിറ്റി, ആ മെജോറിറ്റി ആണല്ലോ എലക്ട് ചെയ്ത് വിട്ടേക്കുന്നത് അവരുടെ ഇടയിൽ നിന്ന് ഒരു നേതാവ്. അപ്പൊ ആ നേതാവിന് ഈ ക്വാളിറ്റി ഉണ്ടാകത്തുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാത്ത, അവർക്ക് മനസ്സിലാവുന്ന പോലും കാണത്തില്ല. അവരപ്പോഴും ഇതിനെ തല്ലണം, കൊല്ലണം, അവനെ എടുത്തിട്ട് ഇടിക്കട കൊണ്ട് ജയിലിലിടാന്നൊക്കെ പറഞ്ഞാൽ നടക്കുക. എന്നിട്ട് ജയിലിൽ പറയുമല്ലോ, വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഇതൊന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രീതിയെ നടക്കത്തുള്ളൂ. ഇത് രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. ആ രോഗത്തിനുള്ള ചികിത്സ നേരത്തെ കിട്ടണം. ഇതുപോലത്തെ സ്ത്രീയും പുരുഷനും ആരും ആയിക്കോട്ടെ, കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവരെല്ലാം എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായാൽ തന്നെ അപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു അപകടമോ ആത്മഹത്യ എന്ത് സംഭവിച്ചാലും അപ്പം തന്നെ അവിടെ ഉള്ളവരെല്ലാം സ്പെഷ്യൽ കെയർ അല്ല, അവർക്കെല്ലാം കൗൺസിലിങ്ങോ എന്തെങ്കിലും സെപ്പറേറ്റ് ഒരു മോണിറ്ററിംഗ് തന്നെ വേണ്ടി വരും. കാരണം ഇതുപോലത്തെ ഇൻസിഡൻസ് ഒത്തിരി ഉണ്ട്. പിന്നെ അതുമല്ല, ഒരാളവരുടെ ആത്മഹത്യ ചെയ്ത് ചിലപ്പോൾ അയൽവക്കത്തോ ഈ വാർത്ത അറിഞ്ഞിട്ട്, ഈ ആത്മഹത്യയുടെ വാർത്തകൾ ഇങ്ങനെ അത്ര ഭയങ്കരമായിട്ട് കൊടുക്കാനും പാടില്ല. കാരണം ആത്മഹത്യയുടെ വാർത്ത കേൾക്കുമ്പോൾ വേറെ ആൾക്ക് ട്രിഗർ ആവും, ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്ക്. അതൊന്നും വാർത്തകളിട്ട് ആഘോഷിക്കാൻ പാടുള്ളതല്ല. ഈ വാർത്തയ്ക്കകത്തൊന്നും പ്രചോദനം ഉൾക്കൊണ്ട് എവിടെയെങ്കിലും ഒരാൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലപോലെ ടെൻഡൻസി അടിച്ചിരിക്കുന്നതിന് വേണമെങ്കിൽ ഇവരോട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവർ അങ്ങനെ ഇരിക്കുകയാണ്, മരിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ അതിന്റെ പുറകെ പിടിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സൂയിസൈഡ് തോട്ട്സോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ കുറെ പേർക്ക് രക്ഷപ്പെടാൻ പറ്റും. എനിക്കറിയാവുന്ന ഒരു കൊച്ച് 12 പ്രാവശ്യമാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഞാൻ ഓരോ പ്രാവശ്യം രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിന് 5-6 വർഷം ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അതിന്റെ ടെൻഡൻസി മാറുകയും ആ കുട്ടി കല്യാണം കഴിച്ച് വളരെ സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നതായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഭർത്താവ് ഒന്നിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കുന്നു.
അത് അവർക്ക് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലായത്. അത് ഒത്തിരി പേര് രക്ഷപ്പെടും, ചില രക്ഷപ്പെടത്തില്ലായിരിക്കും. പക്ഷേ അത് രക്ഷപ്പെടാൻ സാധ്യത ഉള്ളവർക്ക് പോലും അതിനുള്ള അവസരം ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഈ സംഭവം എപ്പോഴും തോന്നിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും തോന്നാനായിട്ട് അറിയാമെങ്കിലോ, അപ്പം തന്നെ സൈക്കാട്രിക് കൺസൾട്ടേഷൻ അല്ലാതെ വേറെ ഒരു പോംവഴി ഇതിനില്ല. കൃത്യമായി പിന്നെ അവരെ മോണിറ്റർ ചെയ്യണം, മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണം. അങ്ങനെ അവർ ജീവിച്ചിരിക്കും. അല്ല ചില ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പോയിട്ട് മരിക്കണമെന്ന് അവർക്ക് വലിയ ഉദ്ദേശം കാണുന്നില്ല. ചിലപ്പോൾ എടുത്ത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ടൈപ്പ് ഒരു സ്വഭാവമേ, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ നടക്കത്തില്ല. ഡിപ്രഷനൊക്കെ ആൻസൈറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ പിന്നെ ഒത്തിരി ഇപ്പോൾ സൂയിസൈഡ് ഉള്ളവരും സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവരെ ശ്രദ്ധിക്കണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും പറയത്തില്ല. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ വഴിയില്ല. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അപ്പം തന്നെ ചികിത്സ തുടങ്ങും. കാരണം ഇതും ഒരു ടെർമിനൽ ഇൽനെസ് ആണ്, മനസ്സിലായില്ലേ? ക്യാൻസർ ഒക്കെ പോലെ തന്നെ സിവിയർ ആണ്, മരണം ഉറപ്പാണ്. എന്നിട്ട് അത് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലല്ലോ. ക്യാൻസർ ഒക്കെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നത്? അതുപോലെ തന്നെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായാൽ പോകേണ്ട സ്ഥലം ആ ഡോക്ടറെ അടുത്താണ്. അതിന്റെ ഡോക്ടർ ഇവിടെ ഉണ്ട്, സൈക്കാട്രിസ്റ്റ് എന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്താണ് എന്ന് മാത്രം വിചാരിക്കരുത്. ചിലരുടെയൊക്കെ ലൈഫ് സേവ് ചെയ്യുക, ഈ എന്താണെങ്കിലും മെന്റൽ ഡിസോർഡർ ആണെങ്കിലും സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാവാനുള്ള സാധ്യതയുള്ള ഒരു അവസ്ഥ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എന്ത് കാരണവശാലാണെങ്കിലും നിങ്ങൾക്കത് ഒരു നാണക്കേടോ ബുദ്ധിമുട്ടോ തോന്നരുത്. കാരണം അയാളുടെ ജീവനാണ് അപായപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവന് അപായം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിലാക്കി അത് ചെയ്യണം. അതിന് ഇവിടെ ഇതുവരെ ഇത് നന്നായിട്ട് നടക്കാത്തതിന്റെ കാരണവും അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റ് പറഞ്ഞാൽ സമൂഹത്തിനാണ്. ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു പഠനമോ ഇല്ലാതായതുകൊണ്ടും ആരും ഇതിനെപ്പറ്റി അത്രയ്ക്കും കൊണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടും ഈ ഗവൺമെന്റ് അത് മനസ്സിലാകത്തില്ല. കാരണം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇവിടെ തന്നെ എഴുതി വന്നവർക്ക് തന്നെ അല്ലേന്നേ, ഇവർക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? എനിക്കറിയത്തില്ല ഇവരെന്തെങ്കിലും ചിന്തിക്കാത്തതെന്ന്. പലവട്ടം ഞാൻ ആലോചിച്ചിട്ടില്ല ഇതെന്ത് ഇങ്ങനെ ഇത് ഓരോ കേസ് വരുമ്പോഴും വേറെ രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത്. അതൊക്കെ എന്താ പറയണ്ടേ, ഇങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതും. ചികിത്സ കൊടുക്കേണ്ടവരെ കൊണ്ട് ജയിലിലിടും, ജയിലിലിടേണ്ടവരെ കൊണ്ട് ചികിത്സ കൊടുക്കും. ഇതൊക്കെ ഇവിടുത്തെ പരിപാടി. ഈ ഭാര്യയും ഭർത്താവിന്റെയും കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഇങ്ങനത്തെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ അല്ലെങ്കിൽ ശ്രദ്ധയോ കിട്ടാതെ പോയത് കൊണ്ടാണ് ഗർഭിണിയായിരിക്കും ആ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തത്. അതിന്റെ തൊട്ട് പുറകെ വന്ന ഇയാളും ഒരു റെയർ കോമ്പിനേഷനാണ് കേട്ടോ ഇവരുടെ ഈ മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഉണ്ടാകും. ഇവന് ഇല്ലാന്നെങ്കിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അവരുടെ കുഞ്ഞുകൂടെ കൂടെ മരിച്ചെന്ന് അറിയുമ്പോൾ ഉള്ള ഡിപ്രഷൻ, പെട്ടെന്നുണ്ടായ ഷോക്ക്, അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ചിലപ്പോൾ ഇയാൾ മരിച്ചെന്ന് അറിഞ്ഞായിരിക്കത്തില്ല. ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ അവിടെ നിന്ന് കയറി വന്നു, ഇവർക്ക് എന്തോ വയ്യായി ഉണ്ട്, വേഗം വന്നു എല്ലാം പറഞ്ഞു കാണും. അങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴായിരിക്കും കാറ് എന്നൊക്കെ വെച്ച് എല്ലാവരും പറഞ്ഞു കേട്ടോ പോരാ ഇങ്ങനെയാണെന്നാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പെട്ടെന്നുണ്ടായ ഷോക്കിന് ആയിരിക്കാം ചിലപ്പോൾ ഇയാൾ ചെയ്തത്. അത് അവരുടെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ വന്നാലും ചിലപ്പോൾ അയാൾ കടന്നു ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്ത പറയുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് നാളെ ശ്രദ്ധിക്കുക. അയാൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ. അപ്പോൾ അതിനനുസരിച്ച് അയാൾ നല്ല മെന്റൽ എന്താ പറയുക ഹെൽത്ത്, നല്ല മാനസിക ആരോഗ്യം നല്ല മെച്ചപ്പെട്ട ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് മാനസിക നില തെറ്റാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചുറ്റുപാട് നിൽക്കുന്നവരോട് അറിഞ്ഞിരിക്കണമെന്നേ. ഞാനാണ് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഇച്ചിരി മാറ്റം കണ്ടാൽ ഞാൻ അപ്പം പറയും. എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനോ പോകാനോ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. എത്ര പേരെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അതൊന്നും ആരും ചെയ്യുന്നില്ല ഇവിടെ.